പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 11-14 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവന് കഴിവില്ല. 14-ാം വാക്യം, ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുവാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഇവിടെ നമുക്ക് വേണ്ടി എഴുതി കുറിച്ച് വച്ചിരിക്കുകയാണ്. ദൈവം ആരാണ്? ദൈവം ചെയ്യുന്നത് എന്താണ്? മനുഷ്യൻ്റെ ബുദ്ധിയുണ്ട്. അതിനെ വിശകലനം ചെയ്താൽ പലപ്പോഴും അതിൻ്റെ അർത്ഥവും അന്തവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം സകലവും നന്നായി അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ദൈവം ചെയ്തതിനോട് എന്തെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയുകയില്ല. ഓരോ കാര്യത്തിനും വേണ്ടി ഓരോ കാലയളവും സമയവും കൃത്യതയും എല്ലാം ദൈവം നിയമിച്ച്, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു നിത്യത, ദൈവത്തെ അറിവാനുള്ള ഒരാഗ്രഹം, ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവിന് വേണ്ടിയുള്ള ഒരു ശൂന്യതാബോധം ദൈവം നൽകി വച്ചിരിക്കുകയാണ്. ഏത് മനുഷ്യനും ആ ശൂന്യതയെ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം, ദൈവത്തോട് അടുത്ത് വരണം എന്നുള്ളതും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മാനുഷികമായ നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കുവാനും വിലയിരുത്തുവാനുമാണ് മനുഷ്യരായ നാം ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇവിടെ ശലോമോൻ കൃത്യമായിട്ട് പറയുന്നു, മനുഷ്യൻ്റെ പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിയുന്നതല്ല. അതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതം, അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്, നിത്യമായുള്ള കാര്യങ്ങളാണ്. അതിനെ മാറ്റുവാൻ ആർക്കും, ലോകത്തെ ഒരു ശക്തിക്കോ ഒരു പ്രമാണികൾക്കോ ഒരു ഭരണാധികാരിക്കോ കഴിയുകയില്ല എന്നും തീർത്തും ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ കൃത്യമായിട്ട് ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്, അധികാരങ്ങളെയും രാജാക്കന്മാരെയും വാഴിക്കുന്നതും നീക്കുന്നതും സർവശക്തനായ ദൈവമാണ്. അവൻ സർവശക്തനാണ്. അവൻ ചെയ്യുന്നതെല്ലാം ശാശ്വതമാണ്, നിത്യമായിട്ടുള്ളതാണ്. അവൻ ചെയ്യുന്നതെല്ലാം ഭംഗിയായിട്ടുള്ളതാണ്. മാനുഷികമായ നമുക്കിത് ഗ്രഹിക്കുവാൻ കഴിയില്ലെങ്കിലും 133-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്കിവിടെ എഴുതാം, ഞാൻ എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഇടപെടുന്നില്ല. എൻ്റെ പ്രാണനെ ഞാൻ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. 131-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ്, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ദൈവം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും, നമുക്ക് അംഗീകരിപ്പാൻ പലപ്പോഴും കഴിയുന്നില്ലെങ്കിലും, പലപ്പോഴും പല പ്രവാചകന്മാരെയും പോലെ നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി തീരുവാൻ ശ്രമിച്ചെന്നാലും ദൈവം ചെയ്യുന്നതെല്ലാം ഭംഗിയാണ്. അതതിൻ്റെ സമയത്ത് ഭംഗിയായി ശാശ്വതമായി ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് എൻ്റെ നിത്യത ഞാൻ എവിടെ കഴിക്കും, എൻ്റെ നിത്യത ഞാൻ എങ്ങനെയായിരിക്കും, അതിനെ ചിന്തിച്ച് അതിനെ ധ്യാനിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.